ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. കുഞ്ഞിനെ എടുക്കാൻ കൊടുത്തതിന് നന്ദി പറയുകയാണ് ലച്ചു. അങ്ങനെ ലച്ചു അവിടുന്ന് പോയതിനു ശേഷം സച്ചി പറയുകയാണ്, തനിക്ക് തീരെ കുശമ്പില്ലെന്നേ എനിക്ക് മനസ്സിലായി. പഴയ കാമുകൻ തലപൊക്കിയത് ഞാനും കണ്ടിരുന്നു. എന്താ ഇന്ന് യാത്ര അയക്കാൻ പോകുന്നില്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ പോകണമെന്നും യാത്ര അയക്കാൻ സമയമാകുന്നുണ്ടെന്നും വിഷമത്തോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് സച്ചി. ഇത് കേൾക്കുന്ന അർച്ചന മനസ്സിൽ പറയുകയാണ്, പാവത്തിനെ കളിയാക്കിയതല്പം കൂടിപ്പോയെന്നാ തോന്നുന്നത്. ഏയ്, എന്റെ സച്ചേട്ടന് എല്ലാം മനസ്സിലാക്കിയെടുക്കാനൊക്കെ സാധിക്കുമെന്നും അർച്ചന മനസ്സിൽ തന്നെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയാണ്. സച്ചേട്ടാ, ഇന്നെനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല, ഞാൻ എൻ്റെ മോൾക്ക് പാല് കൊടുത്തില്ലേ എന്നൊക്കെ അർച്ചന പറയുമ്പോൾ സച്ചി ദേഷ്യത്തോട് പറയുകയാണ്, ദേ, അനാവശ്യം പറയാൻ നിൽക്കരുത്. തനിക്കിതല്ലാതെ വേറെ ഒന്നും പറയാനില്ലേ? അതല്ല സച്ചേട്ടാ, എല്ലാം കൈവിട്ടു പോയെന്ന് കരുതിയ സ്ഥലത്തു നിന്നല്ലേ ഇപ്പോൾ ഞാൻ തിരികെ വന്നതും നമ്മുടെ കുഞ്ഞിനെ കണ്ടതും പാല് കൊടുത്തതുമെല്ലാം. അതാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. സച്ചേട്ടൻ മോളെ എടുത്തായിരുന്നോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ എടുത്തില്ലെന്നും ഞാൻ കണ്ടപ്പോൾ അവള് എലിക്കുഞ്ഞിൻ്റെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എടുക്കാം, സമയമാകട്ടെ എന്ന് സച്ചി പറയുന്നു. സച്ചേട്ടനല്ലായിരുന്നോ പെൺകുഞ്ഞ് തന്നെ വേണമെന്ന് ആഗ്രഹം? ഇനി കണ്ണെഴുതിക്കുകയോ പൊട്ടി തൊടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാലോ എന്ന് അർച്ചന പറയുമ്പോൾ ഞാനും എൻ്റെ മോളും കൂടി ഒരു പൊളി പൊളിക്കും, താൻ കണ്ടോളാൻ സച്ചിയും പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് കമലയും അനൂപും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. തുടർന്ന് അർച്ചനയുടെ മുഖത്തെ വിഷമം കണ്ടിട്ട് കമല ചോദിക്കുകയാണ്, എന്താ മോളെ, എന്തു പറ്റി? അതമ്മേ, അവൾക്കിപ്പോ അമ്മുക്കുട്ടിയെ കാണണമെന്നാ പറയുന്നത്. അതിനെന്തിനാ മോളെ നീ വിഷമിക്കുന്നത്? അടുത്ത പ്രാവശ്യം ഞങ്ങൾ വരുമ്പോൾ നെല്ലിശ്ശേരിയിൽ നിന്ന് മോളെയും കൂട്ടിക്കൊണ്ട് വരാലോ. അവക്കവിടെ ഒരു കുറവുമില്ല, ആതിര അവളെ പൊന്നുപോലെയാ നോക്കുന്നതെന്ന് അനൂപും പറയുന്നു. അത് പിന്നെ ഇപ്പോഴല്ലേ അവൾക്ക് അവളുടെ കുഞ്ഞാണതെന്ന് മനസ്സിലായതെന്ന് കമല പറയുമ്പോൾ അവളുടെ കുഞ്ഞാണെങ്കിലും വളർത്തിയത് നോക്കിയതുമെല്ലാം ഞാൻ തന്നെയല്ലേ എന്ന്, അതുകൊണ്ട് ഞാൻ അവളുടെ അമ്മയെന്ന് അർച്ചന പറയുന്നു. ഇനി അതിന്റെ പേരിൽ നിങ്ങൾ വഴക്ക് കൂടാൻ നിൽക്കണ്ട, രണ്ടുപേരും കൂടി ചേർന്നങ്ങ് വളർത്തിയാൽ മതിയെന്ന് അനൂപ് പറയുന്നു. അതേസമയം ബ്ലഡ് ടെസ്റ്റിന്റെ റിപ്പോർട്ടും കൊണ്ട് സിസ്റ്റർ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഈ റിപ്പോർട്ട് ഇപ്പോൾ തന്നെ ഇഷാന ഡോക്ടറിനെ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞ് സിസ്റ്റർ അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് സച്ചി ഡോക്ടറിന്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് ലച്ചുവിനെ കാണുന്നത്. ലക്ഷ്മി പോയില്ലായിരുന്നോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഇല്ല, ഇവിടെ കുറച്ച് അത്യാവശ്യമുണ്ടായിരുന്നെന്ന് ലച്ചു പറയുന്നു. അല്ല, ഈ മെഡിസിനൊക്കെ ആർക്കാ, തൻ്റെ ആ ബന്ധുവിനാണോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അതേയെന്നും. എന്നാ പിന്നെ ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ലച്ചു പോകാനൊരുങ്ങുമ്പോൾ ലച്ചുവിനെ പിടിച്ചു നിർത്തി സച്ചി ചോദിക്കുകയാണ്, അല്ല, ആ പേഷ്യന്റിന്റെ പേര് എന്താണെന്ന് താൻ പറഞ്ഞിരുന്നത്? വീണയെന്ന് ലച്ചു പറയുമ്പോൾ ഈ വീണ ലച്ചുവിൻ്റെ അടുത്ത ബന്ധു തന്നെയാണോ എന്ന് സച്ചി ചോദിക്കുന്നു. അതെ, കുറച്ചടുത്ത ബന്ധു തന്നെയാണെന്ന് ലച്ചു പറയുമ്പോൾ എന്നാ കാണാനായിട്ട് ഞാനും കൂടി വരട്ടെ എന്ന് സച്ചി ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ലച്ചു പരിഭ്രാന്തിയോടെ നിൽക്കുമ്പോൾ സച്ചി കൂടെ വരാമെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും നിർബന്ധം പിടിക്കുകയാണ്. വേണ്ട സച്ചിയേട്ടാ, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് ലച്ചു പോകാനൊരുങ്ങുമ്പോൾ അല്ല, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നെന്ന് സച്ചി പറയുന്നു. തുടർന്ന് ലച്ചുവിനെ ട്രിപ്പിട്ടപ്പോഴുള്ള വീഡിയോ എടുത്ത് കാണിച്ചിട്ട് സച്ചി ചോദിക്കുകയാണ്, ഇതല്ലേ ലക്ഷ്മി പറഞ്ഞ വീണ? ആ വീഡിയോയും ലച്ചുവിൻ്റെ ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസും ഒക്കെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ലക്ഷ്മി. എന്തിനാ ഈ ഒളിച്ചുകളി, അതും എന്നോടെന്ന് സച്ചി ചോദിക്കുമ്പോൾ ഒന്നും പറയാനാകാതെ പൊട്ടിക്കരയുകയാണ് ലച്ചു. ലച്ചുവിൻ്റെ വിഷമം കണ്ടുകൊണ്ട് സച്ചിയും കരയുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നന്ദനെയാണ്. നന്ദൻ പോകുന്ന വഴിക്ക് റോഡിന് കുറുകെ നിൽക്കുകയാണ് അവന്തിക. ഇവളെ വണ്ടി അങ്ങിടിപ്പിച്ച് കൊന്നാലോ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേഗത്തിൽ വണ്ടിയുമായി അവന്തികയുടെ നേർക്ക് ചെല്ലുകയാണ് നന്ദൻ. എന്നാൽ അവന്തികയുടെ തൊട്ടടുത്ത് തന്നെ ചെന്ന് നന്ദൻ വണ്ടി നിർത്തുകയാണ്. എന്നെ കാറടിച്ചു കൊല്ലാമെന്ന് നിങ്ങൾ വിചാരിച്ചോ? എന്നാലേ നിങ്ങൾക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ലെന്ന് കളിയാക്കിക്കൊണ്ട് പറയുകയാണ് അവന്തിക. ഇറങ്ങ്, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതിനുവേണ്ടി ഞാനിവിടെ കാത്തു നിന്നത്. ഞാനും നീയും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ലെന്ന് നന്ദൻ പറയുമ്പോൾ നിയമപരമായി ഇപ്പോഴും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് അവന്തിക പറയുന്നു. അതുകൊണ്ടല്ലേ അവരെല്ലാം എന്നെ തേടി വന്നത്? ആരാ നിന്നെ തേടി വന്നതെന്ന് നന്ദൻ ചോദിക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ അച്ഛൻ വന്നെന്നും പിന്നെ നിങ്ങളുടെ അനിയത്തിമാരും വന്നെന്നും. എല്ലാവരും വന്നിരുന്നു. എല്ലാവരുടെയും ആവശ്യം ഒന്ന് മാത്രമാണ്, ഞാൻ ഈ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടണമെന്ന്. നിങ്ങളുടെ അച്ഛനും എൻ്റെ മുന്നിൽ വന്ന് യാചിച്ചിട്ടുണ്ടായിരുന്നു ഇതിലൊന്ന് ഒപ്പിടാനായിട്ട്. അനിയത്തിമാരൻ്റെ കാല് പിടിച്ചു. എന്നാ പിന്നെ എല്ലാവരുടെയും ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുക്കാമെന്ന് ഞാനും കരുതിയെന്ന് അവന്തിക പറയുമ്പോൾ ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ എന്ന് നന്ദൻ പറയുന്നു. നീ എന്നോട് ചെയ്തതൊന്നും മരിക്കും വരെ എന്താണെങ്കിലും എനിക്ക് മറക്കാൻ സാധിക്കില്ല. പക്ഷേ ഞാൻ ഇനി മറക്കാൻ ശ്രമിക്കാം. അന്യരായ രണ്ട് മനുഷ്യരായിട്ട് നമുക്കിനി ജീവിക്കാം. എന്താണെങ്കിലും എല്ലാവരുടെയും മനസ്സിലിരിപ്പ് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. ചെയ്യേണ്ടതെല്ലാം ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടാം.
ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷമായില്ലേ? സോറി, ഞാൻ പേന എടുക്കാൻ മറന്നെന്ന് അവന്തിക പറയുമ്പോൾ നന്ദൻ തന്റെ പേന അവന്തികയ്ക്ക് കൊടുക്കുന്നു. തുടർന്ന് ആ പേന കൊണ്ട് ആ പേപ്പർ മുഴുവൻ കുത്തിവരച്ചതിന് ശേഷം നന്ദന്റെ മുഖത്തേക്ക് അത് വലിച്ചു കീറി എറിയുകയാണ് അവന്തിക. ഈ ജന്മത്ത് ഞാൻ തനിക്ക് ഡിവോഴ്സ് തരുമെന്ന് താൻ കരുതണ്ട. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ നീ മനസമാധാനത്തോടെ വാഴില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അവന്തിക അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.